എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നാളെ ഏപ്രിൽ 13 തിങ്കളാഴ്ച ദിവസമാണ്. നാളത്തെ ദിവസം രാശിപ്രകാരം നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഗ്രഹനിലയിലുണ്ടാവുന്ന മാറ്റങ്ങൾ കൊണ്ട് വളരെയധികം ഭാഗ്യവും അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും നടന്നു കിട്ടുകയും ശുഭകരമായ പല വാർത്തകൾ കേൾക്കുകയും പ്രതീക്ഷിതമായ സമ്പത്ത് കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ളതുമായ രാശിക്കാരെ പറ്റിയാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കുന്നത്. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ഗുണകരമായ മാറ്റങ്ങളും അനുകൂലമായ സാഹചര്യങ്ങളും വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു ദിവസമാണ് ഏപ്രിൽ 13 തിങ്കളാഴ്ച എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഇവർ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുമുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം, എന്തിൽ നിന്നെല്ലാം വിട്ടുനിൽക്കണം എന്നതിനെ പറ്റിയും നമുക്ക് വന്നു ചേരുന്ന അവസരങ്ങൾ എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാം എന്നും അതിൽ നിന്നും എങ്ങനെ ഭാഗ്യാനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിലുടനീളം നിലനിർത്താമെന്നും ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ പരാമർശിക്കുന്നു. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അധ്യായത്തിലേക്ക് വരാം. ഇത്തരത്തിൽ ഒട്ടേറെ ശുഭകരമായ കാര്യങ്ങളും ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിലേക്ക് അനുഭവത്തിൽ വരുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാരായി വരുന്നത് മേടം രാശിക്കാരാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർ മേടം രാശിയിൽ വരുന്നു. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ നാളുകളായി മനസ്സിൽ ആഗ്രഹിച്ചു വെച്ചിരുന്ന എന്നാൽ എന്തൊക്കെയോ ചില തടസ്സങ്ങൾ നേരിടുന്നതുകൊണ്ട് നടക്കാതെ പോയ ചില കാര്യങ്ങൾ നടന്നു കിട്ടുവാനുള്ള സാധ്യത ഏറെ കൂടുതലായി കാണുന്ന ഒരു ദിവസമാണ്. ജോലിയിൽ വളരെ കൃത്യതയോടെയുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുവാനും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനുമുള്ള ഊർജം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പല വ്യക്തികളിൽ നിന്നും സഹകരണങ്ങളും അനുകൂലമായ മനോഭാവവും നിങ്ങൾക്ക് ഗുണകരമായി തീരാവുന്ന ഒരു ദിവസം കൂടിയാണ്. കൂടാതെ പല വിധത്തിൽ നിങ്ങളെ അലട്ടിയിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരം കാണുവാനും നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ നിങ്ങളെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളിൽ ചിലതിനെങ്കിലും പരിഹാരം കണ്ട് അവയ്ക്ക് തീർപ്പ് കൽപ്പിക്കുവാനും സാധിക്കുന്നതാണ്. കുടുംബാന്തരീക്ഷം നോക്കുകയാണെങ്കിൽ അനുകൂല സാഹചര്യങ്ങൾ തന്നെയായിരിക്കും സിദ്ധിക്കുക. കുടുംബത്തോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നും മനസ്സിൽ വെക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നല്ലവണ്ണം ആലോചിച്ചു വേണം ഒരു തീരുമാനത്തിൽ എത്തുവാൻ. പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളിൽ എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ദോഷം ചെയ്യും എന്ന കാര്യവും ഓർമ്മയിൽ വെക്കുക. കൂടാതെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേക ശ്രദ്ധയും കൈക്കൊള്ളേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ വളരെ അനുകൂലമായ ഒരു ദിവസം തന്നെയാണ് ഏപ്രിൽ 13 മേടം രാശിക്കാർക്ക് എന്നുള്ളത് വളരെ ശുഭപ്രതീക്ഷ നൽകുന്ന വസ്തുതയാണ്. ഇനി രണ്ടാമതായി ഇത്തരം ഭാഗ്യാനുഭവങ്ങളും പലവിധത്തിലുള്ള നേട്ടങ്ങളും ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള രണ്ടാമത്തെ രാശിക്കാരായി വരുന്നത് മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിയിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർ ഈ രാശിയിൽ വരുന്നു. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്ന ഒരു ദിവസം തന്നെയാണ് ഏപ്രിൽ 13 തിങ്കളാഴ്ച എന്നുള്ളത്. പല കാര്യങ്ങളിലും എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതെ വളരെ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അക്കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ അനുകൂലവും അതിൽ നിന്ന് വളരെ വലിയ നേട്ടങ്ങളും നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ സാധിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. സഹപ്രവർത്തകരോ മേലധികാരികളോ ആയിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അതിൽ നിന്നും വിട്ടുനിൽക്കുക. അത് ഭാവിയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. അത്തരം വാക്കു തർക്കങ്ങളും പിടിവാശികളുമൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ട ഒരു ദിവസം തന്നെയാണ്. ആലോചിച്ച് പ്രവർത്തിക്കേണ്ട സമയം തന്നെയാണ് വന്നെത്തിയിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങളും വളരെ അനുകൂലമായി തീരാവുന്ന സമയം തന്നെയാണ്. ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ ഇടയുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സ്വന്തമായ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ കൃത്യതയോടെയും ഊർജ്ജസ്വലതയോടെയും ചെയ്യുവാൻ സാധിക്കുകയും അതിൽ നേട്ടം കാണുവാൻ കഴിയുകയും ചെയ്യുന്ന ദിവസം തന്നെയാണ്. ധനപരമായ അവസരങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിത ധനം നിങ്ങൾക്ക് വന്നു ചേരാവുന്ന ഒരു ദിവസം തന്നെയാണ്. അത് ലോട്ടറിയോ മുടങ്ങിക്കിടന്നിരുന്ന ചിട്ടികളോ അല്ലെങ്കിൽ ബിസിനസ്സിൽ പെട്ടെന്നുണ്ടാവുന്ന ഒരു വർധനവോ എന്തു തന്നെയും ആവാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസങ്ങൾ തന്നെയാണ്. പുതിയ അവസരങ്ങൾ വന്നു ചേരുകയും പലവിധ അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്യും. അത് നിങ്ങൾക്ക് ഭാവിയിൽ വലിയ നേട്ടങ്ങൾക്ക് ഇടയാക്കാവുന്നതാണ്. പല നാളുകളായി നിങ്ങൾ കാണാതിരുന്ന ഒരു വ്യക്തിയെയോ സുഹൃത്തിനെയോ ഒരു കുടുംബാംഗത്തെയോ
നിങ്ങൾക്ക് കണ്ടുമുട്ടുവാനും അവരുമായി ബന്ധം പുതുക്കുവാനും അവരുമായി സന്തോഷപ്രദമായ സമയം ചെലവഴിക്കുവാനും നിങ്ങൾക്ക് അവസരം ലഭിച്ചു എന്നും വരാം. വീട്, ഭൂമി, സ്വർണം, വാഹനം തുടങ്ങിയവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുവാനുള്ള സാധ്യതയും ഈ ദിവസം ഏറെ കൂടുതലായി കാണുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് വളരെയധികം അനുകൂല സാഹചര്യങ്ങളും ഭാഗ്യാനുഭവങ്ങളും തന്നെയായിരിക്കും ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. എന്നിരുന്നാലും ഈശ്വര സമർപ്പണങ്ങൾക്കും പ്രാർത്ഥനകൾക്കുമൊക്കെ സമയം കണ്ടെത്തുകയും നമുക്ക് തരുന്ന നേട്ടങ്ങൾക്ക് അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾക്ക് നമ്മളുടെ കൈകളിലേക്ക് വരുന്ന സമ്പത്തിന് നന്ദി പറയുവാൻ കൂടി ശ്രമിക്കുക. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ അപ്രതീക്ഷിതമായി വരുന്ന ഇത്തരം ഭാഗ്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കുകയുള്ളൂ എന്ന കാര്യം എല്ലാവരും മനസ്സിൽ വെക്കേണ്ടതാണ്. ഇനി മൂന്നാമതായി, ഇത്തരം ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും ഇതുവരെ അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മനക്ലേശങ്ങളിൽ നിന്നും സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നുമൊക്കെ കരകയറുവാൻ സാധിക്കുന്ന രാശിക്കാരായി വരുന്നത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം എന്നീ നാളുകാർ. ഏപ്രിൽ 13 തിങ്കളാഴ്ച എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഒരു ദിവസം തന്നെയാണ്. ഈ ഒരു സമയം വന്നു ചേരുന്ന പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധാപൂർവം ഉപയോഗിക്കാൻ പഠിക്കുകയും ഫലപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിലുടനീളം ഇതിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുന്നതാണ് എന്ന് മനസ്സിൽ വെക്കുക. മാറ്റിവെച്ചിരുന്ന പല കാര്യങ്ങളും മടികൂടാതെ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സഹപ്രവർത്തകരിൽ നിന്നുമുള്ള പിന്തുണ വർദ്ധിക്കും. മേലധികാരികളിൽ നിന്ന് അംഗീകാരങ്ങളും ലഭിച്ചേക്കാം. പല കാര്യങ്ങളും ആഗ്രഹിച്ചതുപോലെ നടന്നു കിട്ടുന്ന ഒരു ദിവസം തന്നെയാണ് മുൻപിലുള്ളത്. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നിങ്ങളെക്കൊണ്ട് വിജയകരമായി ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നതാണ്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടാം. വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക്, അതായത് വാഹനം ഓടിക്കുകയോ വാഹനം വാങ്ങുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ അത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണ്ടതാണ്. പലവിധ യാത്രകളും ഈ ഒരു ദിവസം വേണ്ടി വന്നേക്കാം. മാനസിക സന്തോഷം, ഇഷ്ടഭക്ഷണ ലബ്ധി തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുന്നു. ക്ഷേത്ര ദർശനങ്ങൾക്കും ദൈവിക സമർപ്പണങ്ങൾക്കും വഴിപാടുകൾ തുടങ്ങിയവയ്ക്കുള്ള അവസരവും നിങ്ങൾക്ക് വന്നു ചേരാം. അത്തരം കാര്യങ്ങൾ വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ്. ചില കാര്യങ്ങളിൽ മറ്റുള്ളവരിൽ നിന്നും തെറ്റിദ്ധാരണകളോ കുറ്റപ്പെടുത്തലുകളോ ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരാമെങ്കിലും അവയൊക്കെ ആത്മവിശ്വാസത്തോടെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പല വിധത്തിലുള്ള അപ്രതീക്ഷിത നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവന്നു ചേരാവുന്ന സമയം തന്നെയാണ്. നിരവധി ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തിയേക്കാം. പല കാര്യങ്ങളിലും ഇത്തരം ഭാഗ്യം നിങ്ങൾക്ക് ഒരു തുണയായി തീരുന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നാലാമതായി വളരെയധികം ഭാഗ്യം സിദ്ധിച്ചു കിട്ടുന്ന രാശിക്കാരെ വരുന്നത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം നാളുകാർ ധനുരാശിയിൽ വരുന്നു. ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ദിവസം തന്നെയാണ് ഏപ്രിൽ 13 എന്ന് വേണം കരുതാൻ. ഫലപ്രകാരം തെളിയുന്നത് നോക്കിയാൽ നിങ്ങളുടെ കഴിവുകൾ കൃത്യമായി ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു ദിവസം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. ജോലിഭാരം ഒന്ന് വർദ്ധിച്ചേക്കാമെങ്കിലും ഇതുമൂലമുള്ള മാനസിക പ്രയാസങ്ങൾ നിയന്ത്രിക്കാനും പഠിക്കേണ്ടതാണ്. ശ്രദ്ധാപൂർവം ചിന്തിച്ചു തന്നെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളിലും തീരുമാനങ്ങൾ കൈക്കൊള്ളുക. ബന്ധുമിത്രാദികൾ കുടുംബത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയും കാണുന്നു. കുടുംബാന്തരീക്ഷത്തിൽ സന്തോഷവും സമാധാനവും മനസമാധാനവും അനുഭവപ്പെടുന്ന ദിവസം തന്നെയാണ്. പല കാര്യങ്ങൾക്കായി നിങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു തുക നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ്. അല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. പല വിധത്തിലുള്ള മംഗളവാർത്തകൾ കേൾക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ്സും വ്യാപാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രയാസങ്ങൾ പരിഹരിക്കുവാനുള്ള വഴികളും നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതാണ്. നിങ്ങളുടെ പ്രയത്നങ്ങൾ ഫലം കാണാം. കുടുംബകാര്യങ്ങൾക്ക് കൂടുതൽ സമയം നീക്കിവെക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം ഉണ്ടായി എന്നും വരാം. പൊതുവിൽ നോക്കുകയാണെങ്കിൽ ഈ ദിവസം വളരെ അനുകൂലമായ ഒരു സമയം തന്നെയാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇത്തരം ഭാഗ്യങ്ങൾ ജീവിതത്തിൽ ഉടനീളം നിലനിർത്തുവാൻ സാധിക്കും എന്ന് തന്നെ മനസ്സിൽ ഉറച്ചു വിശ്വസിച്ച് ഈശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.